ഗുരുവായൂരിൽ സ്വകാര്യ ഫ്ളാറ്റിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം കാനയിലേക്കും പാടത്തേക്കും ഒഴുക്കുന്നത് പരിസരവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതായി പരാതി. നഗരസഭയിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംസാനെ വരവേൽക്കാൻ മുസ്ലിം പള്ളികളും ഭവനങ്ങളും ഒരുങ്ങി. പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുർആൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും. പാലപ്പള്ളി കുണ്ടായിയിൽ പാടികൾക്ക് സമീപം കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശവാസികൾ ഭീതിയിൽ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിഞ്ഞാലക്കുടയിൽ നടന്നു. കോർപ്പറേറ്റ് ഭീമന്മാരോടാണ് കേരള വിഷൻ മത്സരിക്കുന്നത് എന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. ചാവക്കാട് എടക്കഴിയൂർ നാലാംകല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വാടാനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പൊന്നാനിയിൽ SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ സാഹസികമായി പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കൊടുങ്ങല്ലൂരിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. അക്രമത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ CPM-നും BJP-ക്കും ഒരുപോലെ പേറ്റന്റ് അവകാശപ്പെടാവുന്നതാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. ഗാന്ധിജിയെ കൊന്നത് സംഘപരിവാറാണെങ്കിൽ നെഹ്റുവിനെ കൊല്ലാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പാർട്ടി CPM ആണെന്നും സന്ദീപ് വാര്യർ. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ സ്വകാര്യ ഫ്ളാറ്റിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം കാനയിലേക്കും പാടത്തേക്കും ഒഴുക്കുന്നത് പരിസരവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതായി പരാതി. ഗുരുവായൂർ നഗരസഭയിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃശൂർ റോഡിൽ മാവിൻചൂട് SFS ടെമ്പിൾ ടെറസ് എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നതായാണ് പരാതി. ഉടമയോട് പരാതി പറഞ്ഞിട്ടും ഫലമില്ലാത്തതിനെ തുടർന്നാണ് നഗരസഭയെ സമീപിച്ചത്. കെട്ടിട ഉടമയെ സഹായിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് പരിസരവാസികൾ ആരോപിക്കുന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പറയും, അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഏട്ടാ, ഞങ്ങൾക്ക് കാനം മണത്തിട്ടെന്ന്. ഡ്രൈനേജ് അങ്ങോട്ട് തുറക്കുമ്പോൾ ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഇന്ന് രാവിലെ 11:30 മണി 12 മണി വരെ അവർ ഡ്രൈനേജ് തുറന്നിട്ട് ആ വെള്ളമായിരുന്നു. എന്നിട്ടാണ് ഞാൻ ലാസ്റ്റ് മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ചു, സെക്രട്ടറിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കൗൺസിലാണ് ഞാൻ പിന്നെ വിളിക്കുന്നത്. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അവരെ വിളിച്ചപ്പോൾ അയാൾ വ്യക്തി വരുന്നില്ല, ഈ ഫ്ലാറ്റിൻ്റെ മെയിൻ ആൾ തീരെ ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. എന്നിട്ട് വേറെ ഉള്ളവരെ സെക്യൂരിറ്റിക്കാരനെ പറഞ്ഞയക്കുക. സെക്യൂരിറ്റിക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളോട് ചൂടാവണ മാതിരിയാണ് കാര്യങ്ങളും. കെട്ടിട സമുച്ചയത്തിൽ നിന്ന് ഭൂമിക്കടിയിലൂടെ കാനയിലേക്ക് പൈപ്പിട്ടിട്ടുണ്ട്. ഇതിലൂടെ രാത്രിയിലാണ് മാലിന്യം തുറന്നുവിടുന്നത്. കാന നിറയുന്ന സമയത്ത് സമീപത്തെ പാടത്തേക്കും ഒഴുക്കുന്നുണ്ട്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം വമിക്കുന്നു. വാതിലുകളും ജനലുകളും അടച്ചിടാതെ വീടിനകത്ത് ഇരിക്കാനാകില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. അവിടെ വലിയൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്, അത് ആർക്കും കാണാൻ പറ്റില്ല. അത് ടൈൽസൊക്കെ ഇട്ടിട്ട് മൂടിയെടുക്കുകയാണ്. അത് കൂടിയാണ് അവർ കക്കൂസ് ടാങ്കിയിലുള്ള വെള്ളം അങ്ങനെ തന്നെ തുറന്നിട്ടാണ്. പ്ലാന്റ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്, പക്ഷേ പ്ലാന്റിലൊന്നല്ല, അത് അങ്ങനെ ആ പൈപ്പ് കൂടെ പുറത്തേക്ക് കാനയിലേക്കാണ് വിടുന്നത്. അത് കാരണം ഞങ്ങളുടെ വീട്ടിലിരിക്കാനും ഒന്നിനും ഒരുതില്ല. പിന്നെ ഇനി മഴ പെയ്യില്ലേ, ആ മഴ പെയ്യുന്ന കാലത്ത് ആ കനലത്തെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ട് മുഴുവൻ വീടിൻ്റെ ഉള്ളിലേക്കും മുറ്റത്തേക്കൊക്കെ വരും. അവരോട് പറഞ്ഞാൽ പറയാം അവരുടെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, കാനയിലേക്ക് പൈപ്പ് വെള്ളമാണ്, മഴവെള്ളമാണ് വരുന്നത്. പക്ഷെ മഴവെള്ളമൊന്നും അല്ല വരുന്നത്, ഈ കക്കൂസ് ടാങ്കിയിലെ വെള്ളമാണ് വരുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ പരിസരത്തെ കിണറുകൾ ഉപയോഗശൂന്യമായി. ഇതുമൂലം പ്രദേശത്തെ നിരവധി വീടുകളിൽ കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. വർഷക്കാലമാകുന്നതോടെ മാലിന്യ പ്രശ്നം രൂക്ഷമാകുമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. മാലിന്യം കലർന്ന വെള്ളം വീടിനകത്തേക്കും ഒഴുകിയെത്തും. ഇത് പരിഹരിക്കാതെ എങ്ങനെയാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇനിയും പരിഹാരം കാണാനായില്ലെങ്കിൽ സമര പരിപാടികളുമായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. TCV ഗുരുവായൂർ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംസാനെ വരവേൽക്കാൻ മുസ്ലിം പള്ളികളും ഭവനങ്ങളും ഒരുങ്ങി. പുണ്യമാസത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് പള്ളികളും മുസ്ലിം ഭവനങ്ങളും. പള്ളികൾ മോടികൂട്ടിയും വീടുകൾ വൃത്തിയാക്കിയുമാണ് ഇസ്ലാം മത വിശ്വാസികൾ റംസാനെ വരവേൽക്കാൻ ഒരുങ്ങിയത്. മാസപ്പിറ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും പരിശുദ്ധ റംസാന് തുടക്കമാവുക. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന വിശ്വാസികൾ രാത്രി പ്രത്യേക പ്രാർത്ഥനകളിൽ ഏർപ്പെടും. വിശുദ്ധ ഖുർആൻ പാരായണത്തിനും കൂടുതൽ സമയം നീക്കിവെക്കും.
ദൈവഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനും നോമ്പ് തുറക്കാനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കാണ് നാടെങ്ങും. പള്ളിക്കകവും മിനാരവും ചുമരുകളുമെല്ലാം കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിച്ച് പുതുമോടി വരുത്തി കഴിഞ്ഞു. പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുറാൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും. നോമ്പ് തുറക്കിയ സൗകര്യമൊരുക്കാൻ പള്ളിയുടെ പരിസരങ്ങൾ ഒരുക്കുകയാണ് വിശ്വാസികൾ. പള്ളിയുടെ മുറ്റത്തും പരിസരത്തും പന്തലിട്ടാണ് നോമ്പ് തുറക്കുന്ന വിശ്വാസികൾക്കുള്ള ഭക്ഷണം ഒരുക്കി വയ്ക്കുക. നോമ്പുകാലം പ്രമാണിച്ച് വീടുകൾ വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്ത്രീകൾ. പഴയ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കഴുകി മിനുക്കിയും പുതിയവ വാങ്ങിയും വീടിനകവും പുറവും പെയിന്റ് ചെയ്ത് ഭംഗി കൂട്ടിയും തിരക്കിൽ അമർന്നിരിക്കുകയാണവർ. വീടൊരുക്കുന്നതോടൊപ്പം അടുക്കളയിലും 1 മാസത്തേക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇനി പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഖുറാൻ പാരായണം കൊണ്ട് മുഖരിതമാകും. വരാനിരിക്കുന്ന 30 നാളുകൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങളാണ്. TCV ന്യൂസ്, ചാവക്കാട്. വിശുദ്ധ റംസാനിൽ ഖുറാൻ പഠന ക്ലാസുകളുമായി ചാവക്കാട് ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ പ്രഭാഷണം മാർച്ച് 2 മുതൽ 23 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റമദാനിലെ ശനി, ഞായർ ദിവസങ്ങളിലാണ് പ്രഭാഷണ പരമ്പര നടക്കുക. മാർച്ച് 2-ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ അബ്ദുൽ സലാം, വൈസ് ചെയർമാൻ തെക്കരകത്ത് കരീം ഹാജി, കോർഡിനേറ്റർ RV കബീർ ഫൈസി എന്നിവർ പങ്കെടുത്തു. പാലപ്പള്ളി കുണ്ടായിയിൽ പാടികൾക്ക് സമീപം കാട്ടാന ഇറങ്ങിയത് പരിഭ്രാന്തിക്കിടയാക്കി. 3 പാടികൾക്ക് പുറകിലും സമീപത്തെ ജുമാ മസ്ജിദിന്റെ പറമ്പിലും കൃഷി ചെയ്ത വാഴകളും കവുങ്ങുകളും കാട്ടാന നശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. പിന്നീട് വീട്ടുകാരും വാച്ചർമാരും ചേർന്ന് ആനയെ തുരത്തുകയായിരുന്നു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാടികളിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കാലപ്പഴക്കം ചെന്ന പാടികൾക്ക് മുകളിലേക്ക് ആനകൾ മരങ്ങൾ മറിച്ചിടുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാതിരിക്കാൻ വനപാലകർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിഞ്ഞാലക്കുടയിൽ നടന്നു. COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് കൺവെൻഷന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. തൃപ്രയാർ, പുതുക്കാട്, മാള മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത കൺവെൻഷനാണ് ഇരിങ്ങാലക്കുടയിൽ നടന്നത്. ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന കൺവെൻഷൻ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 1/3 വരുന്ന ജനങ്ങൾക്ക് സേവനമെത്തിക്കുന്ന വലിയ 2 കമ്പനികൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് COA എന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ COAയുടെ പ്രാധാന്യം തിരിച്ചറിയണം. കേവലം കേരളത്തിലെ ചെറുകിട കുത്തക മുതലാളിമാരോടല്ല കേരള വിഷൻ മത്സരിക്കുന്നത്, മറിച്ച് ലോകത്തിലെ തന്നെ കോർപ്പറേറ്റ് ഭീമന്മാരോടാണ് കേരള വിഷൻ മത്സരിക്കുന്നതെന്നും പ്രവീൺ മോഹൻ കൂട്ടിച്ചേർത്തു. വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ രംഗത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കുത്തക മുതലാളിയോടോ ഇവിടുത്തെ ഏതെങ്കിലും പ്രാദേശിക മുതലാളിമാരോടോ ഒന്നുമല്ല നാം മത്സരിക്കുന്നത്. നാം മത്സരിക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരോടാണ്. COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ വാർഷിക അവലോകന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനകൃഷ്ണൻ ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ പ്രജീഷ് അച്ചാണ്ടി, തൃശൂർ കേരള വിഷൻ MD ജയപ്രകാശ്, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തോമസ് എന്നിവർ സംസാരിച്ചു. TCV ഇരിങ്ങാലക്കുട. ചാവക്കാട് എടക്കഴിയൂർ 4-ാം കല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ഒഡീഷ സ്വദേശി പ്രതാപ് ബെഹ്റ ആണ് പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ചാവക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വാടാനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. വെങ്കടങ്ങ് കൈതമുക്ക് സ്വദേശി ചക്കനാത്ത് വീട്ടിൽ സവാദ് ഹംസയെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് ചിലങ്ക ജംഗ്ഷനിൽ വെച്ച് യുവാവ് പിടിയിലായത്. വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ BS ബിനു, SI റഫീഖ്, CPO ജിഷ്ണു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പൊന്നാനിയിൽ SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 1-ാം പ്രതിയെ ചാവക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. വെളിയങ്കോട് സ്വദേശി കൊളത്തേരി സാദിഖിനെയാണ് ചാവക്കാട്
പോലീസിന്റെ സഹായത്തോടെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 10 പൊന്നാനിയിൽ MDMA കടത്തിക്കൊണ്ടുവന്ന കാർ തടഞ്ഞ് പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച് ഇയാൾ രക്ഷപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സാദിഖിനെ പോലീസ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രതി ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ചാവക്കാട് പോലീസ് മഫ്തിയിലെത്തിയാണ് ഇയാളെ സാഹസികമായി പിടികൂടിയത്. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കരുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചാവക്കാട്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. SI RU അരുൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജികുമാർ, നാസർ, S പ്രശാന്ത് കുമാർ, ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ഹംദ്, റജിത്ത് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മേത്തല എൽത്തുരുത്ത് കോമ്പാത്ത് ശ്രീകുമാറിന്റെ മകൻ ആദിത്യനാണ് മരിച്ചത്. ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ആദിത്യൻ. ഗുരുതരമായി പരിക്കേറ്റ ആദിത്യനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാലത്തിന്റെ കൈവരിയിലിടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു. ചാലക്കുടി പോട്ട സ്വദേശി കുന്നുംപറമ്പിൽ 42 വയസ്സുള്ള ഷാബിൻ ഗഫൂറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടം. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി കരിയന്നൂരിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. കാർ ഡ്രൈവർ എയ്യാൽ സ്വദേശി പരൻജ്യോതി പടിഞ്ഞാറേതിൽ PK വിനയകുമാരനാണ് പരിക്കേറ്റത്. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുകയായിരുന്ന ജോഷിമോൻ ബസും എതിരെ വന്നിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. കാറിൽ കുടുങ്ങിയ വിനയകുമാരനെ നാട്ടുകാരും ബസ് ജീവനക്കാരും ചേർന്ന് കാറിന്റെ വശം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. പരിക്കേറ്റ വിനയകുമാരനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പാവറട്ടി മാമ ബസാറിൽ ടെമ്പോയും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പാവറട്ടി ഭാഗത്തു നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ടെമ്പോ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്നും വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ പുറകിലുണ്ടായിരുന്ന സ്കൂട്ടറും ടെമ്പോയുടെ പുറകിൽ ഇടിച്ചു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ പാവറട്ടി പള്ളി സഹവികാരി ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, സുഹൃത്ത് പേരാമംഗലം സ്വദേശി എബിൻ എലുവത്തിങ്കൽ, കാർ ഡ്രൈവർ ചക്കംകണ്ടം സ്വദേശി മാടാനി വീട്ടിൽ ഉണ്ണി, ടെമ്പോ ഡ്രൈവർ മുല്ലശ്ശേരി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും പാവറട്ടി സാന്റ് ജോസ് പാരിഷ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കണ്ടാണശ്ശേരി പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മാലിന്യം അലക്ഷ്യമായി പുഴയിൽ വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാലാവധി കഴിഞ്ഞ ഗുളികകളും മരുന്നും മറ്റ് മാലിന്യങ്ങളും ചാക്കിൽ കെട്ടി പുഴയിൽ വലിച്ചെറിഞ്ഞത്. പരിശോധനയിൽ ലഭിച്ച തെളിവുകളിൽ മരുന്നുകൾ വലിച്ചെറിഞ്ഞത് കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഫാർമസിയുടെ ഉടമയും ആളൂർ സ്വദേശിയുമായ രായമരയ്ക്കാർ വീട്ടിൽ മുസ്തഫയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പുഴയിൽ മാലിന്യം വലിച്ചെറിഞ്ഞ കൂനമുച്ചി സ്വദേശി തരകൻ ഫ്രാൻസിസിന്റെ വീട്ടിലെ മാലിന്യമാണ് ചാക്കിൽ കെട്ടി പുഴയിൽ നിക്ഷേപിച്ചത്. ഇരുവർക്കുമെതിരെ നടപടി സ്വീകരിച്ചു. മാലിന്യം നിക്ഷേപിച്ചവരുടെ വിവരം നൽകിയ വ്യക്തിക്ക് പാരിതോഷികം നൽകുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പരിശോധനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, കൃഷ്ണൻ AA, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കൊരട്ടി ചെറുവാളൂർ പാടത്തിനു സമീപം വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. ആളപായമില്ല. പുളിക്കക്കടവ് റോഡിൽ ചെറുവാളൂർ പാടശേഖരത്തിൽ നിന്നും വൈക്കോൽ കയറ്റിപ്പോയ ലോറിക്കാണ് തീപിടിച്ചത്. ഉയരത്തിൽ വൈക്കോൽ കെട്ടിവച്ചതിനാൽ സമീപത്തെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. ഇതിൽ നിന്നും സ്പാർക്ക് ചെയ്ത് തീ പിന്നീട് വൈക്കോൽ കൂമ്പാരത്തിലേക്ക് പടരുകയായിരുന്നു. മൃഗാശുപത്രിക്ക് സമീപം എത്തിയപ്പോഴാണ് വാഹനത്തിലുണ്ടായിരുന്നവർ തീ കണ്ടത്. ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. ഇഞ്ചക്കുണ്ട് പുത്തനോളി റോഡരികിലെ പുറമ്പോക്ക് ഭൂമിയിൽ തീപിടുത്തം. പുല്ലും കുറ്റിച്ചെടികളുമാണ് കത്തിനശിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. അക്രമത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ CPM-നും BJP-ക്കും ഒരുപോലെ പേറ്റന്റ് അവകാശപ്പെടാവുന്നതാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ.
ചാവക്കാട് തിരുവത്രയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മോഹനൻ രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയെ കൊന്നത് സംഘപരിവാറാണെങ്കിൽ നെഹ്റുവിനെ കൊല്ലാൻ ശ്രമിച്ചത് പരാജയപ്പെട്ട പാർട്ടി CPM ആണ്. അക്രമ രാഷ്ട്രീയം ഈ രണ്ട് പാർട്ടികളും ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിലെ പാനൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ, മണലൂർ എന്നിവിടങ്ങളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, PT അജയമോഹൻ, അഡ്വക്കേറ്റ് TS അജിത്ത്, MV ഹൈദർ അലി, PV ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. ഒരു വശത്ത് സംഘപരിവാർ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തുന്നതിൽ വിജയിച്ചെങ്കിൽ മറുവശത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ ബോംബെറിഞ്ഞ ആൾക്ക് ലക്ഷ്യം പിഴച്ചില്ലായിരുന്നെങ്കിൽ, ബോംബെറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാവിന് ലക്ഷ്യം പിഴച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ RSSനെയും CPMനെയും ഒക്കെ ഒരുപോലെ തന്നെ വിലയിരുത്തേണ്ടി വരുമായിരുന്നു. ഒരുപോലെ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, അക്രമ രാഷ്ട്രീയത്തിന്, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഈ രണ്ട് കൂട്ടർക്കും പേറ്റന്റ് അവകാശപ്പെടാം. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിൽ ഈ രണ്ടു കൂട്ടരും എല്ലാ കാലത്തും ഒരുപോലെയാണ്. ഇന്നും അതുപോലെ തന്നെയാണ് അവർ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത്. വേനൽ കനത്തതോടെ നൂറടിത്തോട് വറ്റിത്തുടങ്ങി. കാട്ടകാമ്പാൽ പോർക്കുളം മേഖലയിലെ പുഞ്ചകൃഷിക്ക് വെള്ളമെത്തുന്നത് നൂറടിത്തോട്ടിലൂടെയാണ്. വേനൽ ആരംഭത്തിൽ തന്നെ തോട്ടിലെ വെള്ളം വറ്റുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആദ്യം കൃഷിയിറക്കിയ കോൾപ്പാടങ്ങളിൽ നെല്ലിന് കതിരുകൾ വന്നു തുടങ്ങി. നെൽച്ചെടികൾക്ക് ധാരാളം വെള്ളം ആവശ്യമായ സമയമാണിത്. തിരുത്തിക്കാട് ബണ്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതോടെ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 16-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ 42-കാരന് 13 വർഷം കഠിന തടവും 1,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വടാൻപള്ളി സ്വദേശി വലിയകത്ത് ഷമീറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അൻയാസ് തയ്യിൽ ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 9 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. പുതുതായി പണി കഴിപ്പിക്കുന്ന വീട് കാണാനെന്ന വ്യാജേന കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. ഗുരുവായൂർ ക്ഷേത്രനടയിലെ ലോട്ടറി വിൽപ്പനക്കാരന്റെ 2,000 രൂപയും 3,000 രൂപയുടെ ടിക്കറ്റുകളും കവർന്നു. ഇന്നർ റിംഗ് റോഡിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന വാഴപ്പള്ളി സ്വദേശി ശങ്കരൻകുട്ടിയുടെ പണവും ടിക്കറ്റുകളുമാണ് കവർന്നത്. 5 ടിക്കറ്റുകളിലായി 5,000 രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നറിയിച്ച് ശങ്കരൻകുട്ടിക്ക് ഒരാൾ ടിക്കറ്റുകൾ കൈമാറി. ലോട്ടറി ഫലം നോക്കി ഉറപ്പാക്കാതെ ശങ്കരൻകുട്ടി 2,000 രൂപയും ബാക്കി തുകയ്ക്ക് ലോട്ടറിയും നൽകുകയായിരുന്നു. പണവും ലോട്ടറിയും ലഭിച്ച ഉടൻ തട്ടിപ്പുകാരൻ രക്ഷപ്പെട്ടു. പിന്നീട് ടിക്കറ്റുകൾ ഒത്തുനോക്കിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കിയത്. സമീപത്തെ ഹോട്ടലിന്റെ CCTV ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യം സഹിതം ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഭാര്യ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മാതാപിതാക്കളെയും സഹോദരിയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 4 വർഷവും 1 മാസവും തടവിനും 21,500 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പുതുരുത്തി സ്വദേശി തേർമഠം വീട്ടിൽ ജോൺസനെയാണ് തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജ് K. കമനീസ് ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 7 മാസവും ഒരാഴ്ചയും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 2011 ജൂലൈ 17 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK കൃഷ്ണൻ കോടതിയിൽ ഹാജരായി. സമൂഹമാധ്യമത്തിൽ മതസ്പർദ്ധ ഉളവാക്കുന്ന കമന്റുകൾ എഴുതി വീഡിയോ ഷെയർ ചെയ്തയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി ശ്രീരാജാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലുള്ള ഹോട്ടൽ ഉടമയുടെ മതസ്പർദ്ധ ഉളവാക്കുന്ന പ്രവൃത്തി സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയായിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അജയകുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ AS വിനയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗഗേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വൈശാഖ് AR, റമീസ് S, സോജേഷ് K എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ദേശീയ ശാസ്ത്ര ദിനത്തിൽ മനുഷ്യശക്തിയുള്ള ഊർജ്ജോൽപാദന കണ്ടുപിടുത്തവുമായി അൻസാർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ സിനാനും ഷഹരിയാറും സൈക്കിൾ ചവിട്ടുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജത്താൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും തുടർന്ന് പമ്പ് സെറ്റ് ഘടിപ്പിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നതുമായ നൂതന കണ്ടുപിടുത്തമാണ് കൗതുകമായത്. നാഷണൽ സയൻസ് ഡേയോടനുബന്ധിച്ച് സൈക്കിൾ ഡൈനാമിന്റെ കണക്ഷനിലൂടെ
മിനി വാട്ടർ പമ്പ് സെറ്റിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന രീതിയാണ് ഇരുവരും കണ്ടുപിടിച്ച് വ്യത്യസ്തരായത്. സൈക്കിൾ ടയർ വീലിൽ ഡൈനാമിക് ഘടിപ്പിച്ച് വെള്ളത്തിൽ മിനി മോട്ടോർ ഘടിപ്പിക്കുകയും അതോടൊപ്പം സൈക്കിൾ വീൽ തിരിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്ന വർക്കിംഗ് മോഡലാണ് 7ാം ക്ലാസ്സുകാരായ ഷഹരിയാറും സഹോദരൻ സിനാനും സംയുക്തമായി കണ്ടുപിടിച്ച് സയൻസ് ഡേയിൽ സ്കൂൾ ക്യാമ്പസിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മുൻപിൽ അവതരിപ്പിച്ചത്. സൈക്കിൾ ചക്രത്തിന്റെ ഭ്രമണം മൂലമാണ് DC മോട്ടോർ പ്രവർത്തിക്കുന്നത്. ഇത് സൈക്കിൾ ടയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ സജ്ജീകരണം മനുഷ്യശക്തിയുള്ള ഒരു ജനറേറ്ററോ ഡൈനാമോയോ പ്രവർത്തിക്കുന്നു. ജലപ്രവാഹം സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദിയായ മിനി വാട്ടർ പമ്പിന് DC മോട്ടോർ ശക്തി പകരുന്നു. സുതാര്യമായ പൈപ്പ് മിനി വാട്ടർ പമ്പിന്റെ ഔട്ട്പുട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ജലപ്രവാഹം ദൃശ്യമാക്കാൻ അനുവദിക്കുന്നു. ഈ കണ്ടുപിടുത്തത്തെ മനുഷ്യശക്തിയുള്ള ഊർജ്ജ ഉൽപാദന കണ്ടുപിടുത്തമെന്ന് സിനാനും ഷഹരിയാറും വ്യക്തമാക്കി. നാഷണൽ സയൻസ് ഡേയോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ജൂനിയർ പ്രിൻസിപ്പൽ ഫരീദ ഇ മുഹമ്മദ്, സയൻസ് അധ്യാപിക അമൃത വിനോദ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, കുന്നംകുളം. വേലൂർ മണിമലർക്കാവ് ഇരുപ്പുവേലയുടെ അധികാരപ്പറ പുറപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ മണിമലർക്കാവ് കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഇരുപ്പുവേലയുടെ അധികാരപ്പറ പുറപ്പെട്ടത്. 18 ദേശത്തിനും പാരമ്പര്യാവകാശിയായ മേലെപ്പുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്നാണ് പറപ്പുറപ്പാട് നടത്തിയത്. മണിമലർക്കാവ് ക്ഷേത്രസന്നിധിയിൽ വന്ന് ദേവിയുടെ തോറ്റം ചൊല്ലി ആദ്യത്തെ പറയെടുത്തു. ദേവിയുടെ ഉത്ഭവവും ക്ഷേത്രാചാരങ്ങളും പ്രതിപാദിപ്പിക്കുന്നതാണ് തോറ്റം ചൊല്ലൽ. 16 കമ്പിലുള്ള ഓലക്കൊട ചൂടിയാണ് ദേവി തട്ടകത്ത് വന്ന് കുടിയിരിക്കുന്നതെന്നാണ് വിശ്വാസം. ഇതിന്റെ പ്രതീകമായി കുരുത്തോല കെട്ടിയ ഓലക്കൊടയും ചൂടിയാണ് ദേവി എഴുന്നള്ളുന്നത്. ക്ഷേത്രത്തിൽ പറ പുറപ്പെടുന്ന ദിവസം മുതൽ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ആചരിച്ചാണ് അശ്വതി വേല കാവേറുന്നത്. ഭരണി ദിവസം അരിത്താലത്തിനെ അനുഗമിച്ചു നീങ്ങുന്ന ഇരുപ്പുവേല അരിത്താലം സമർപ്പിച്ചതിന് ശേഷമാണ് തോറ്റം ചൊല്ലി അവസാനിക്കുന്നത്. കുറുമ്പയുടെ മകനായ അഖിൻഷായാണ് ഇപ്പോഴത്തെ കോമരം. ചാവക്കാട് നഗരസഭയിലെ പുതിയറ 30ാം വാർഡ് കൗൺസിലർ KK മുബാറക്കിന്റെ നേതൃത്വത്തിൽ ചാലിൽ ബീവുത്താക്കി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, MR രാധാകൃഷ്ണൻ, KH സലാം, KM അലി, AA മഹേന്ദ്രൻ, CK രമേശ് എന്നിവർ പങ്കെടുത്തു. സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി CMETൽ ദേശീയ ശാസ്ത്ര ദിനം ഓപ്പൺ ഡേ ആയി ആഘോഷിച്ചു. വിവിധ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ലബോറട്ടറിയുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനങ്ങളും സന്ദർശിച്ചു. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ SN പോറ്റി, I പാക്യസെൽവം, EK സണ്ണി എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പരിചരണ രോഗികൾക്കായി സ്നേഹസ്പർശം സാന്ത്വന സംഗമം സംഘടിപ്പിച്ചു. രോഗികളും ബന്ധുക്കളുമായി തൃശൂർ ശോഭാ മാളിൽ ഒരു ദിവസം ചെലവഴിച്ചു. ഭക്ഷണം കഴിച്ച് സിനിമ കണ്ടാണ് ഇവർ മടങ്ങിയത്. കോർഡിനേറ്ററായ JHI P രാജേഷ് നേതൃത്വം നൽകി. തുടർന്ന് വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന സ്നേഹസംഗമം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ ശുഭ അനിൽകുമാർ, വിജിനി ഗോപി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ തുടങ്ങിയവർ സംസാരിച്ചു. നഴ്സ് ബീന, ഡ്രൈവർ രാധാകൃഷ്ണൻ തുടങ്ങിയ പാലിയേറ്റീവ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർണയം അകറ്റാം അർബുദം എന്ന പേരിൽ ജനകീയ ക്യാൻസർ പ്രതിരോധ നിർണയ ക്യാമ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വരവൂർ പഞ്ചായത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രേഖ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, VG ദീപു പ്രസാദ്, എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ടോണി, വരവൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയ് ജോൺ എന്നിവർ സംസാരിച്ചു. കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ 86ാമത് നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2 മുതൽ ഏപ്രിൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തീർത്ഥാടന വിളംബരമായി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 തൃശൂർ അതിരൂപതയിലെ ചിറ്റിലപ്പള്ളി സെയിന്റ് റീത്താസ് ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദീപശിഖ വൈകിട്ട് 6 കനകമലയിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഏറ്റുവാങ്ങി ദിവ്യബലി അർപ്പിക്കുന്നതോടെ തീർത്ഥാടനത്തിന് തുടക്കമാകും. 57 ദിവസം നീളുന്ന തീർത്ഥാടന ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് രാത്രിയിലും പകലും കുരിശുമുടി കയറാൻ സൗകര്യമുണ്ടായിരിക്കും.
തീർത്ഥാടകർക്ക് ആവശ്യമായ നേർച്ച ഭക്ഷണം, കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ഏർപ്പെടുത്തിയിട്ടുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, ട്രസ്റ്റി ജോജു ചുള്ളി, പബ്ലിസിറ്റി കൺവീനർ ഷോജൻ ഡി വിധേയത്തിൽ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നായർ സമാജം കുറൂരമ ദിനത്തിൽ നൽകിവരുന്ന ശിവപത്മം പുരസ്കാരത്തിന് ജീവകാരുണ്യ പ്രവർത്തകൻ പുനലൂർ സോമരാജനെ തെരഞ്ഞെടുത്തു. ഫലകം, പ്രശസ്തിപത്രം, മാതൃദക്ഷിണ, പൊന്നാട എന്നിവയടങ്ങിയതാണ് ശിവപത്മം പുരസ്കാരം. മാർച്ച് 6-ന് മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുറൂരമ ദിനാഘോഷത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ജസ്റ്റിസ് പി സോമരാജൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ.ജി. രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, അംഗങ്ങളായ എം.എം. ഗോപാലൻ, ബിജി ഡേവിസ്, സജിനി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ ഗൗരവത്തോടും ബന്ധപ്പെട്ട് ഭാവിയിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉദ്ഘാടനം മാളചാലിലേക്ക് ഉപ്പുവെള്ളം കയറിയതിനാൽ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമാകുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് മാള ഈസ്റ്റ് ബസാർ റെസിഡൻസ് അസോസിയേഷൻ മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. താൽക്കാലിക ബണ്ട് നിർമ്മാണം സമയത്തിന് നടത്താത്തതും അപാകതയുമാണ് ഉപ്പുവെള്ളം കയറാൻ ഇടയാക്കിയിട്ടുള്ളതെന്നാണ് ആരോപണം. മാളച്ചാലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ കിണറുകളിൽ ഉപ്പ് കലരുന്നതിനൊപ്പം കാർഷിക വിളകളെയും ബാധിക്കുന്നുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാളച്ചാലിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ് താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. കാലപ്പഴക്കമുള്ള കെട്ടിൽ തടവെച്ച് മണ്ണിട്ടാണ് തടയണ നിർമ്മാണം. ഇവിടെ സ്ഥിരം തടയണ നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപ്പാക്കിയിട്ടില്ല. മാളച്ചാലിലെ ശുദ്ധജലത്തെ ആശ്രയിച്ച് നിരവധി കിണറുകളും ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷികളും നിലനിൽക്കുന്നുമുണ്ട്. ഉപ്പുവെള്ളം കയറിയ അവസ്ഥയുണ്ടാക്കിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി സാന്ത്വന പരിചരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, പ്രദീപ് കോഴിക്കോട്, രാജേഷ് എന്നിവർ പരിശീലന ക്ലാസ് നയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവ്, ICDS സൂപ്പർവൈസർ KN ദീപ, CDS ചെയർപേഴ്സൺ ജീന രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേരള സർക്കാരിന്റെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും അശാസ്ത്രീയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഗുരുവായൂർ ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൈരളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് RT ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് E. രാജൻ അധ്യക്ഷത വഹിച്ചു. BMS ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ, സെക്രട്ടറി PK ആറുമുഖൻ, കുന്നംകുളം മേഖലാ സെക്രട്ടറി KK തിലകൻ, VK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ സംഗമം നടന്നു. അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. അവാർഡിന് അർഹരായ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി MP ഷാജിയെ NTC ഗ്രൂപ്പ് ചെയർമാൻ വർഗീസ് ജോസ് ആദരിച്ചു. രാംകുമാർ കാട്ടാനി, NP രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, KS ഡൊമിനിക്, ജയ്ജു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പ്രവർത്തനങ്ങളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാനിതുവരെ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു മാസക്കാലമായിട്ട് പ്രവർത്തനനിരതമായിട്ടുള്ള ഒരു സംഘടനയാണ് ഹൃദയ ഫൗണ്ടേഷൻ. ഈ ഒരു ചടങ്ങിന് എന്നെ ഇന്നലെയാണ് ക്ഷണിച്ചത്. ജോസ് വള്ളൂർ ഫോണിലാണ് ക്ഷണിച്ചപ്പോഴും എന്താണ് എന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ചടങ്ങ് നടക്കുന്നത്, ഒരു സാന്ത്വനമായിട്ടുള്ളൊരു കാര്യം കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരാൻ സാധ്യതയായത്. ഈ ഒരു സന്ദർഭം ഒളരി ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. സംസ്ഥാന ഹരിതജ്യോതി പുരസ്കാര ജേതാവും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് അധ്യാപകനുമായ മനോഹിത് കുട്ടികളുടെ ശാസ്ത്രാഭിരുചി മൂല്യനിർണ്ണയം നടത്തി. വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളുമായി 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ ശാസ്ത്രാഭിരുചി പ്രദർശിപ്പിച്ചു.
ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം മാർച്ച് 2 രാവിലെ 9 മണി മുതൽ ഡോക്ടർ KV ഷൺമുഖദാസ് നഗർ കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഉഷ, സെക്രട്ടറി ഹനിനി രാജ്, ഫിനാൻസ് കൺവീനർ AM നവീൻ, കൺവീനർ MP സന്തോഷ്, സംസ്ഥാന സമിതി അംഗം RV ആനന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡിൽ നിർമ്മിച്ച അങ്കണവാടി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സെന്തിൽ കുമാർ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2ാം വാർഡിലെ അങ്കണവാടി 63ാം ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാകരുതെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. എളനാട് സെന്ററിൽ നടന്ന ജനകീയ പ്രതിരോധ സദസ്സ് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് PM ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA ഷെമിയ അധ്യക്ഷത വഹിച്ചു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ PM മുഹമ്മദ് കുട്ടി, പഞ്ചായത്ത് കമ്മിറ്റി അംഗം PP താഹിർ, P ഭാസ്കരൻ, M റഷീദ്, A സബ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ഡയറ്റ് ദേശീയ ശാസ്ത്ര ദിനം ആചരിച്ചു. സ്റ്റെം കോർഡിനേറ്റർ നജ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ശ്രീജ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ രഞ്ജിത്ത്, മുൻ ഡയറ്റ് പ്രിൻസിപ്പാൾ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ ബ്രാഹ്മണ സമൂഹം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തം. ഗുരുവായൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7930 രൂപ, പവന് 63440 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3409 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂരിൽ സ്വകാര്യ ഫ്ളാറ്റിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം കാനയിലേക്കും പാടത്തേക്കും ഒഴുക്കുന്നത് പരിസരവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതായി പരാതി. നഗരസഭയിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംസാനെ വരവേൽക്കാൻ മുസ്ലിം പള്ളികളും ഭവനങ്ങളും ഒരുങ്ങി. പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുർആൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും. പാലപ്പള്ളി കുണ്ടായിയിൽ പാടികൾക്ക് സമീപം കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശവാസികൾ ഭീതിയിൽ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിഞ്ഞാലക്കുടയിൽ നടന്നു. കോർപ്പറേറ്റ് ഭീമന്മാരോടാണ് കേരള വിഷൻ മത്സരിക്കുന്നത് എന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. ചാവക്കാട് എടക്കഴിയൂർ 4ാം കല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വാടാനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പൊന്നാനിയിൽ SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ സാഹസികമായി പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കൊടുങ്ങല്ലൂരിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. അക്രമത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കും ഒരുപോലെ പേറ്റന്റ് അവകാശപ്പെടാവുന്നതാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. ഗാന്ധിജിയെ കൊന്നത് സംഘപരിവാറാണെങ്കിൽ നെഹ്റുവിനെ കൊല്ലാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും സന്ദീപ് വാര്യർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.